ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മക്കളെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണം എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അവർക്ക് 5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തു. അപ്പോൾ അതിൻ്റെ കാലുവേദനയായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം ചേട്ടനും വൈഫിനെയും കൂടെ ഞങ്ങൾ വീട്ടിലോട്ട് ഒരു വിരുന്നിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബിരിയാണി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടുന്നുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹായത്തിന് അമ്മയും ഉണ്ട്. അപ്പോൾ അമ്മയും കൂടെ ചെയ്യാന്നിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ 2-3 ഐറ്റംസും നമ്മൾ മനസ്സിൽ പ്ലാനുണ്ട്. അപ്പം അതെല്ലാം നമുക്കത് ചെയ്തു തുടങ്ങണം. കാര്യം അവർക്ക് ഡിന്നറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഇതങ്ങ് ലഞ്ചാക്കാമെന്ന് കരുതി. ലഞ്ചിന് തന്നെ നമ്മൾ ബിരിയാണി, പ്രോൺസിൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കയറി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. പ്രോൺസ് ബിരിയാണിയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് നമ്മളെ പ്രോൺസ് ബിരിയാണിയാണ് നമ്മളെ ഇന്നത്തേക്ക് ലഞ്ച്. അപ്പോൾ ഇനി അത് ഒക്കെ കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം അവരുടെ അടുത്ത് ചോദിക്കാം. ഞാനിങ്ങനെയുണ്ട്, ചിരിച്ചിട്ട് പറ. ഹലോ. അങ്ങനെ എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗ്രില്ല് കൂടെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം പുരട്ടി എല്ലാം ഫ്രിഡ്ജിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്കത് സെറ്റാക്കി കൊടുക്കാമല്ലോ. അപ്പം ഒരുപാട് നേരം മോളങ്ങനെ ഇരുന്നപ്പം അവൾക്ക് പെയിനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ മുകളിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ പിന്നെ മുകളിലോട്ട് പോകുമ്പോഴും കാലിൽ അനങ്ങുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലിലിങ്ങനെ മസിൽ പിടിക്കും. അപ്പോൾ നമ്മൾ അനക്കാതിരിക്കും തോറും വേദന കൂടും, നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ പതുക്കെ ഒക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു വേദന. ഫുള്ളായിട്ട് മാറാനായിട്ട് അവർക്ക് 2 പേർക്കും ഒരാഴ്ചയോളം എടുത്തായിരുന്നു. ശരിക്കും ഒരു 1-2 ദിവസമൊക്കെ വേദന ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ അടുക്കളയിലോട്ട് പോകാം. പാല് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കണം. അപ്പം ആ കസ്റ്റാർഡ് പുഡിങ്ങിനായിട്ടുള്ള പാലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാൻ വെച്ച് ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒരു മട്ടൻ്റെ കറിയാണ്. അപ്പോൾ ഈ മട്ടൻ കറിയുടേതും റെസിപ്പിയും നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഗ്രില്ല് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തുടങ്ങിയത് കൊണ്ട് തന്നെ അവർ എത്തിയപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ നമ്മൾ ചെയ്തു. കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തു. പിന്നെ ചപ്പാത്തിയും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പം നമ്മളെ ഫുഡ് എല്ലാം സെറ്റായിട്ടുണ്ട്. ബിരിയാണി അത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മളെ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ നല്ലതുപോലെ മാറി വരും. അപ്പോൾ ഗ്രില്ലും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല തണുത്ത കസ്റ്റാർഡിൻ്റെ ഒരു പുഡിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വിരുന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കട്ടെ. പക്ഷേ ഞാൻ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഷ്ടമായിരുന്നു.